വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഷ്കാരങ്ങൾ പലതും ട്രോളായിട്ടാണ് അവസാനിക്കാറുള്ളത്. ഇതിനു മുൻപ് അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും ട്രോൾ പേജിൽ പലതരത്തിൽ സിനിമ ഡയലോഗുകളുമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ട്രോളായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപ് ഈ ബാർകോഴയുടെ പേരിൽ സമരം നടന്നില്ലേ നിയമസഭയ്ക്കകത്ത്, ആ സമരം നടന്ന സമയത്ത് വലിയ തോതിലുള്ള ആടിപിടി ബഹളം, ഉന്ത് തള്ള്, അങ്ങനെ ഒരു നിയമസഭാ സാമാജികന്മാരുടെ ഇതിന് യോജിക്കാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ നിയമസഭയ്ക്കകത്ത് നമ്മൾ കണ്ടു. അന്ന് അവസാനം എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ബോധം കെട്ടിട്ട് എടുത്തുകൊണ്ട് പോയതാണ് വി ശിവൻകുട്ടി അന്ന്. പക്ഷേ പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ചുമതല കൊടുത്ത സമയം മുതൽ എല്ലാവരും ശിവൻകുട്ടിയുടെ തോളത്താണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പല സന്ദർഭങ്ങളിൽ ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന് കുട്ടികളുടെ മനസ്സാണ്, കുട്ടികളോടൊപ്പം അവരെന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞാൻ. എനിക്ക് കുട്ടികളുടെ കാര്യവും സ്കൂളിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ മതി. അത് അവരുടേതായ രീതിയിൽ കുട്ടികളുടേതായ ചിന്തകൾക്ക് അനുസൃതമായിട്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, നമ്മളെപ്പോലെയുള്ള സ്കൂളുകളിൽ പഠിച്ച് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ആളുകളുടെ പേരുകളും ആളുകളും എല്ലാം ഇനി ചരിത്രത്തിൻ്റെ ഭാഗമാകും എന്നതാണ് വസ്തുത. ഇനി മുതൽ സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല. അതായത് സ്കൂളുകളിൽ ബെഞ്ച് നിരനിരയായി ഒന്നിനു പുറകെ ഒന്നായിട്ട് വെച്ച് കുട്ടികൾ ഇരുന്ന് പഠിച്ച ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി ഇത് കോണോട് കോൺ ചേർത്ത് ആണ് ഇനി സ്കൂളുകളിൽ ബെഞ്ചുകളും ഡെസ്കുകളും അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്കൂളുകളിൽ ക്ലാസ് മുറികളിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചുകാർ എന്ന് പറഞ്ഞ് കുട്ടികളെ തഴയുന്ന രീതി അവസാനിപ്പിക്കാനുള്ള നടപടി തുടങ്ങിയതായാണ് വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. യു ആകൃതിയിൽ ക്ലാസ്സിലെ സീറ്റുകൾ ഒരുക്കുന്നതിനെക്കുറിച്ചാണ് ആലോചന. ബാക്ക് ബെഞ്ച് സങ്കല്പം ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പിൻബെഞ്ചുകാർ എന്ന ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകയും പിന്തുടരുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട നാറാണംമൂഴിയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് മാത്രം കാര്യമില്ല, കുറ്റക്കാരെ കണ്ടെത്തിയാൽ പിരിച്ചുവിടലടക്കമുള്ള കർശന നടപടിയുണ്ടാകും. മന്ത്രി പറഞ്ഞിട്ടും സർക്കാർ ഉത്തരവുണ്ടായിട്ടും അവരെ പലതവണ ഓഫീസുകൾ കയറ്റിയിറക്കി. ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. കുട്ടിയുടെ മൊബൈൽ ഫോൺ ഉപയോഗം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിക്ക് പണം അടയ്ക്കാൻ, അതായത് അവിടുത്തെ ഫീസ് അടയ്ക്കാൻ ഇല്ലാത്തതിനാൽ അതിൽ മനംനൊന്ത് അവരുടെ അച്ഛൻ, ആ കുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വിഷയം എന്ന് അന്വേഷിച്ച് വരുമ്പോൾ 13-14 വർഷത്തോളമായിട്ട് ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപികയ്ക്ക് ഇതുവരെ സാലറി കൊടുത്തിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ പലതവണ ഓഫീസിൽ കയറ്റിയിറക്കി. ഒടുവിൽ ആ കുട്ടിയുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയത് തന്നെ റദ്ദാകുന്ന ഒരു സാഹചര്യം വന്നു. ഈ അവസരത്തിൽ പണമില്ലാത്തതിനാൽ താൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അന്ന് വലിയ ചർച്ചയാവുകയും വിദ്യാഭ്യാസ വകുപ്പിൽ ഒരാൾക്ക് 14 വർഷത്തോളം ശമ്പളം കിട്ടുന്നില്ല, അവർ ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിക്കുന്നു, മന്ത്രിയുടെ ഉത്തരവ് വാങ്ങിക്കുന്നു, എന്നിട്ടും ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഓഫീസുകൾ തോറും കയറ്റി ഇറക്കി അവരെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് എന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്നാണ് നടപടി. ഇനി നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ സ്കൂളുകളിൽ ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത് കുട്ടികളുടെ മനോധൈര്യം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു തഴയപ്പെടുന്ന ഒരു രീതി, കുട്ടികളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു രീതിയുണ്ട്. മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാം, നല്ല പഠിക്കുന്ന കുട്ടികളെല്ലാം മുന്നിലിരിക്കുന്നു, പഠിക്കാത്ത കുട്ടികളാണ് ബാക്ക് ബെഞ്ചിലിരിക്കുന്നത് എന്നൊരു കൺസെപ്റ്റ്, അത് പലപ്പോഴും കുട്ടികൾക്കിടയിലും അധ്യാപകർക്കിടയിലും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഇനി അത് വേണ്ട, പല ലോകരാജ്യങ്ങളും ഈ ബാക്ക് ബെഞ്ചർ കൺസെപ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ബാക്ക് ബെഞ്ചേഴ്സ് ചരിത്രം എഴുതിയ ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ബാക്ക് ബെഞ്ചേഴ്സ് പിന്നീട് ഫ്രണ്ട് ബെഞ്ചേഴ്സിനെ ജോലിക്ക് നിർത്തിയിട്ടുള്ള കമ്പനികൾ വരെ തുടങ്ങിയിട്ടുള്ള വലിയ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ട്. ബാക്ക് ബെഞ്ചേഴ്സിൽ നിന്നാണ് ഒരുപക്ഷെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവാറ്, പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാവാറ്. അത് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ വി ശിവൻകുട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ
അവധിക്കാലത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഈ വലിയ ചൂടുകാലമായിട്ടുള്ള ജൂൺ ജൂലൈ മാസങ്ങൾ, വലിയ ചൂടുകാലമായിട്ടുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണഗതിയിൽ സ്കൂളുകളിൽ മധ്യവേനൽ അവധി ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കിയിട്ട് ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റിയാൽ എങ്ങനെയുണ്ടാകും എന്നത് പൊതുജന മധ്യത്തിലേക്ക് അവരൊരു അഭിപ്രായം തുറന്നു വിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രം നമുക്ക് അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ളത്. അതിന് പറയുന്ന 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഭയങ്കര മഴക്കാലത്ത് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാകെ 14 ദിവസവും ജൂൺ മാസത്തിൽ 17 ദിവസവും മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ ദിവസവും ഈ നമ്മുടെ ശനി ഞായർ അവധിയും അതോടൊപ്പം തന്നെ കനത്ത മഴയും കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് LP, UP, ഹൈസ്കൂൾ, ഇവർക്കൊക്കെ ഇത്ര മണിക്കൂറുകൾ ഒരു വർഷത്തിൽ ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരിക്കണം എന്നത് വിദ്യാഭ്യാസ ചട്ടത്തിൻ്റെ ഭാഗമാണ്. നിലവിലെ സാഹചര്യത്തിൽ ആകെ ഈ മണിക്കൂറുകൾ പിന്തുടരുന്നത് അല്ലെങ്കിൽ മണിക്കൂറുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ ഈ UP സ്കൂളും ഹൈസ്കൂളും വരുമ്പോൾ ഈ പറഞ്ഞ 800 മണിക്കൂറാണ് UP സ്കൂളെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ പറഞ്ഞ 800 മണിക്കൂറുകൾ പൂർത്തിയാക്കാൻ സാധിക്കാറില്ല. അപ്പോൾ ഈ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന മണിക്കൂറുകൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് കൊണ്ട് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പല തവണയായിട്ട് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ മുഴുവൻ സമയ ക്ലാസ് എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ശനിയാഴ്ച ദിവസം മുഴുവൻ സമയ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ മഴക്കാലം വരുമ്പം അതും നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം അതുകൊണ്ട് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ലാസ് എടുക്കുകയും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി കൊടുക്കുകയും പകരം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ലാസ് എടുക്കുകയും എന്നൊരു കൺസെപ്റ്റിലേക്കാണ് പോയാൽ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മെയ് ജൂൺ ഈ 2 മാസം അവധി കൊടുത്തിട്ട് ജൂലൈയിൽ സ്കൂളുകൾ തുറന്നിട്ട് വീണ്ടും റെഗുലർ ക്ലാസ് എന്നൊരു കൺസെപ്റ്റും വരും. ഇതിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ വർഷം അതിലൊരു തീരുമാനമായിട്ട് അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയുടെ പരിഷ്കരണം. ഉച്ചക്കഞ്ഞിയല്ല, ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്താണ് ഉച്ചക്കഞ്ഞി. ഇപ്പോൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെയാണ് കൊടുക്കുന്നത്. മെനു പരിഷ്കരണം. ഈ മെനു പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ് കുഞ്ചാക്കോ ബോബനെ സ്കൂളിലെ കുട്ടികളോടൊപ്പം അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ക്ഷണിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ പോയി നല്ല ഭക്ഷണമാണ് എന്ന് പറഞ്ഞു. ഇത് ജയിലല്ല, കുട്ടികളാണ്, അതുകൊണ്ട് നല്ല ഭക്ഷണം അവർ കഴിക്കട്ടെ, അവർക്കത് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ നേരിട്ട് ഒരു സ്കൂളിൽ ചെന്ന് അവിടുന്ന് അവരോടൊപ്പം കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അത് വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ ആ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ ചെന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാവാറില്ല. മുൻപായിരുന്നെങ്കിൽ എപ്പോഴും ഈ പറഞ്ഞ യുവജന സംഘടനകളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ എന്നും പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനു മുൻപുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ കാലഘട്ടങ്ങളിൽ, അതായത് ശിവൻകുട്ടിയുടെ കാലഘട്ടമല്ല, അതിനൊക്കെ മുൻപ് ഉള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയ സമരങ്ങളൊന്നും കാണുന്നില്ല. ഒരുവിധം നല്ല രീതിയിൽ തന്നെ ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് യുഗത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ആളുകളായിരിക്കും. ഇനി വരുന്ന തലമുറയ്ക്ക് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന സംഭവം കൺസെപ്റ്റ് തന്നെ എന്താണ് എന്നറിയാൻ സാധ്യതയില്ല. അവരൊക്കെ എന്ന ഫോർമാറ്റിലായിരിക്കും ക്ലാസ്സുകളിൽ ഇനി ഇരിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഇത് ഏത് രീതിയിലാണ് കുട്ടികളുടെ വളർച്ചയെ അല്ലെങ്കിൽ കുട്ടികളുടെ ഈ തഴയപ്പെടുന്നു എന്ന് പറഞ്ഞാണല്ലോ, കുട്ടികളെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാണല്ലോ ഇങ്ങനൊരു തീരുമാനം. ആ മാറ്റി നിർത്തലുകളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഒഴിവാക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.